ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ശാലിനിയും വിഷ്ണുവും അവരുടെ പരസ്പരം അന്ന് പിരിയാനിടയായ ആ ഓർമ്മകൾ ഓർത്തുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. അന്ന് സംഭവിച്ച ഓരോ കാര്യങ്ങളും ശാലിനിയുടെയും വിഷ്ണുവിന്റെയും മനസ്സിലൂടെ കടന്നു പോകുന്നു. സത്യഭാമ വിഷ്ണുവിനെ കൊണ്ട് അന്ന് സത്യം ചെയ്യിച്ചതും അതോർത്ത് ശാലിനി ആകെ സങ്കടപ്പെടുമ്പോ അന്ന് ശാലിനി സത്യാമ്മയുടെ വീട്ടിൽ വന്നിട്ട് അവിടെ നിന്ന് പോയ സമയത്ത് പിന്നാലെ ഗേറ്റിനരികിലേക്ക് ഓടിയെത്തിയ വിഷ്ണു ശാലിനി അവിടെ വന്നിരുന്നു എന്ന സത്യം തിരിച്ചറിഞ്ഞ് ആ ഗേറ്റിനരികിൽ നിന്ന് പൊട്ടിക്കരഞ്ഞ നിമിഷം ഓർത്ത് വിഷ്ണുവും സങ്കടത്തോടിരിക്കണം. പിറ്റേന്ന് രാവിലെ ഓഫീസിലേക്ക് പുറപ്പെടുന്ന ശാലിനി കാറിൽ യാത്ര ചെയ്യുമ്പോൾ വിഷ്ണുവിനെ കുറിച്ച് ഓർമ്മിച്ചു. വിഷ്ണുവിനെ കുറിച്ച് തന്റെ ഓഫീസിൽ വന്ന ജഗദീപ് പറഞ്ഞ കാര്യങ്ങൾ ശാലിനിയുടെ മനസ്സിലൂടെ കടന്നുപോയി. വിഷ്ണു ആശാനെ താൻ എപ്പോ കണ്ടാലും ആശാന് ശാലിനി മേഡത്തെ കുറിച്ച് പറയാനേ നേരമുള്ളൂ. ഇത്ര വർഷമായിട്ടും വർഷങ്ങൾ ഇത്ര കഴിഞ്ഞു പോയിട്ടും വിഷ്ണു ആശാന്റെ മനസ്സിൽ ശാലിനി മേഡം മാത്രമേ ഉള്ളൂ. ഞാൻ ഒന്ന് വിളിച്ചു പറയട്ടെ, അവിടെ വിവരം അറിയിക്കട്ടെ, ആശാനും ഒത്തിരി ആഗ്രഹിച്ചതല്ലേ എന്ന ജഗദീപിന്റെ വാക്കുകൾ ശാലിനിയുടെ മനസ്സിലേക്ക് ഓടിയെത്തി. അതോർത്ത് ശാലിനി ആകെ വിഷമത്തോടെ മനസ്സിൽ പറഞ്ഞു, ഒന്ന് കാണാനായിട്ട് മനസ്സ് വിമ്പുകയാണ്, കാണാൻ കണ്ണ് കൊതിക്കുകയാണ്, മനസ്സ് വിതുമ്പുകയാണ് എന്നെല്ലാം ശാലിനിയെ മനസ്സിലിങ്ങനെ ഓർത്തുകൊണ്ട് വിഷ്ണുവിനെ എങ്ങനെ കാണുമെന്നതിനെ കുറിച്ച് ഓർത്ത് ആശങ്കയോടെ ആ മുഖം ഒന്ന് കാണാൻ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്, നെഞ്ചു വിങ്ങുന്നുണ്ട് എന്നൊക്കെ ശാലിനി മനസ്സിലിങ്ങനെ വിഷ്ണുവിനെ കുറിച്ച് ഓർത്ത് പറഞ്ഞുകൊണ്ട് അങ്ങനെ കാറിലൂടെ വരുമ്പോ വഴിയരികിൽ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്ന വിഷ്ണുവിനെ ശാലിനി കാണാനിടയാവുന്നു. വണ്ടിക്ക് എന്ത് കംപ്ലൈന്റ് പറ്റിയിട്ട് അത് നന്നാക്കി എടുക്കാനായി വിഷ്ണു പരിശ്രമിക്കുന്നതും പിന്തിരിഞ്ഞ് വിഷ്ണു ആ കാർ നന്നാക്കാനായി ശ്രമിക്കുന്നത് ശാലിനി വഴിയരികിൽ അതിലെ കാറിലൂടെ കടന്നു പോകുമ്പോൾ കാണുന്നു. അപ്പോഴേക്കും വണ്ടി നമ്പർ കണ്ടതും വിഷ്ണു ആണ് നിൽക്കുന്നതെന്ന് ശാലിനി മനസ്സിലാക്കുകയും ചെയ്തു. കുറച്ചങ്ങ് മുന്നോട്ട് പോയി കഴിയുമ്പോൾ വിഷ്ണുവിന്റെ സൈഡ് ഫേസ് കണ്ടതോടെ അത് വിഷ്ണു തന്നെയാണെന്ന് ശാലിനിക്ക് മനസ്സിലായി. ഉടനെ തന്നെ ശാലിനി ഡ്രൈവറോട് വണ്ടി നിർത്താനായി പറഞ്ഞു. വണ്ടി നിർത്തിയതിനു ശേഷം അയാൾ വേഗം എന്താ കാര്യം എന്നറിയാനായി ശാലിനി നോക്കി. അപ്പോഴേക്കും ശാലിനി വിഷ്ണുവിനെ കാറിൽ ഇരുന്നു കൊണ്ട് കാണുന്നു. വിഷ്ണുവിനെ കാണാൻ ആഗ്രഹിച്ചപ്പോൾ തന്നെ മുന്നിൽ വിഷ്ണുവിനെ കണ്ടതോടെ ശാലിനി വണ്ടി നന്നാക്കാനായി വിഷ്ണു പരിശ്രമിക്കുന്നത് കണ്ട് വേഗം ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങാനായി ശാലിനി ഒരുങ്ങി. അപ്പോഴാണ് ശാലിനിയുടെ മനസ്സിലേക്ക് വന്നത്, ശാലിനിയെ ഇനി മേലാൽ കാണുകയോ സംസാരിക്കുകയോ ചെയ്യരുതെന്നും അങ്ങനെ സംഭവിച്ചാൽ പിന്നെ നീ അമ്മയെ ജീവനോടെ കാണില്ല എന്നുള്ള സത്യഭാമയുടെ വാക്കുകൾ ശാലിനിയെ കാറിൽ നിന്ന് ഇറങ്ങുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചു. ശാലിനി അതോർത്ത് വേഗം കാറിനുള്ളിൽ തന്നെ ഇരിക്കുന്നു. അവസാനം വിഷമത്തോടെ ശാലിനി സങ്കടപ്പെട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഡ്രൈവർ ചോദിച്ചു, എന്താ കുഞ്ഞെ? അപ്പോഴേക്കും ഉടനെ എന്താ കുഞ്ഞെ കാർ നിർത്താൻ പറഞ്ഞത് എന്ന് ഡ്രൈവർ ചോദിച്ചപ്പോൾ ശാലിനി ചോദിച്ചു, അല്ല രാമേട്ടന് കാർ നന്നാക്കാൻ അറിയോ? അത് കേട്ടതും ആ ഡ്രൈവർ പറഞ്ഞു, കുഞ്ഞെ ഞാൻ ഈ ജോലി കിട്ടുന്നതിന് മുമ്പ് മെക്കാനിക്കായിരുന്നു, ഒരു കാർ വർക്ക്ഷോപ്പിലായിരുന്നു എന്റെ ജോലി. അത് കേട്ട ഉടനെ ശാലിനി ചോദിച്ചു, എന്നാ അയാളെ രാമേണ്ണനെ സഹായിക്കാൻ പറ്റുമോ? കുറെ നേരമായി അയാൾ പരിശ്രമിക്കുന്നെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞതും ഉടനെ ഡ്രൈവർ പറഞ്ഞു, ഞാൻ നോക്കാം കുഞ്ഞെ എന്ന് പറഞ്ഞ് വേഗം ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. അയാൾ ഉടനെ തന്നെ വിഷ്ണു കാറ് ശരിയാക്കാനായി, തന്റെ ജീപ്പ് ശരിയാക്കാനായി വളരെ പരിശ്രമിക്കുന്നത് കണ്ട് വിഷ്ണുവിന്റെ അരികിലേക്ക് ആ ഡ്രൈവർ ഓടിയെത്തുന്നു. വിഷ്ണു അത് എത്ര ശ്രമിച്ചിട്ടും അത് നന്നാക്കാൻ കഴിയാത്തതിന്റെ നിരാശയിൽ ആകെ വിഷമത്തോടെ വിഷ്ണു അങ്ങനെ നോക്കി വെക്കുമ്പോൾ കയ്യിലെടുത്ത എഞ്ചിനിലൊക്കെ പിടിക്കാനായി കയ്യിലെടുത്ത ആ കർച്ചീഫ് വിഷ്ണു നേരെ തന്റെ ജുബയുടെ പോക്കറ്റിലേക്ക് എടുത്തിടുമ്പോൾ ആ ടവൽ താഴേക്ക് വീഴുന്നു. അത് ശാലിനി കാണാനിടയായി. ഈ സമയത്ത് അരികിലേക്ക് ഓടിയെത്തിയ ശാലിനിയുടെ ഡ്രൈവർ ചോദിച്ചു, എന്താ മോനെ, ഞാൻ സഹായിക്കണോ? എനിക്ക് കുറച്ച് കാറ് നന്നാക്കാനൊക്കെ കുറച്ചൊക്കെ എനിക്കറിയാം എന്ന് പറഞ്ഞതും വിഷ്ണു പറഞ്ഞു, ആ ശരി, എന്നാ ഒന്ന് നോക്കാവോ? ഞാൻ കുറെ നേരമായി ശ്രമിക്കുന്നേ, വണ്ടി പെട്ടെന്ന് അങ്ങ് ഓഫായി പോയി എന്ന് വിഷ്ണു പറഞ്ഞു. ഉടനെ വിഷ്ണു അങ്ങനെ സംസാരിക്കുന്നതൊക്കെ ശാലിനി കാറിൽ നിന്ന് ശ്രദ്ധിച്ചു. പിന്നീട് ഡ്രൈവർ തന്നെ റെഡിയാക്കിയ ആ ശേഷം ഉടനെ വിഷ്ണുവിനോട് പറഞ്ഞു, അതെ ഇനി ഒന്ന് ഓൺ ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയേ. അപ്പോഴേക്കും വിഷ്ണു വേഗം കാറ് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചതും വണ്ടി സ്റ്റാർട്ടായത് കണ്ട് വിഷ്ണു പറഞ്ഞു, ആ താങ്ക് യു, വലിയ ഉപകാരം എന്ന് വിഷ്ണു ആ ഡ്രൈവറോട് നന്ദി അറിയിച്ചു. അത് കേട്ടതും ഡ്രൈവർ പറഞ്ഞു, അയ്യോ കുഞ്ഞെ, എന്നോടല്ല നന്ദി പറയേണ്ടത്, ആ മേഡത്തോടാണ് എന്ന് പറഞ്ഞു. ഉടനെ വിഷ്ണു ജീപ്പിൽ കയറി ഇരുന്നിട്ട് മേഡോ എന്ന് ചോദിച്ചതും അതെ, ഞങ്ങളുടെ എല്ലാവരുടെയും മേഡോ അത്, പക്ഷെ ഞാൻ
എന്റെ മോളെ പോലെയാ കാണുന്നത്, എനിക്ക് എന്റെ മോളെ പോലെ തന്നെയാണ് എന്ന് ഡ്രൈവർ പറഞ്ഞതും എന്നാൽ ശരി, ഞാൻ നേരിട്ട് വന്ന് ഒരു നന്ദി പറഞ്ഞോളാം എന്ന് പറഞ്ഞ് വേഗം വണ്ടി ഓഫ് ചെയ്ത് വിഷ്ണു ജീപ്പിൽ നിന്നിറങ്ങി. ആ സമയത്ത് ഡ്രൈവർ രാമേട്ടൻ വേഗം തന്നെ ശാലിനിയുടെ അരികിലേക്ക് എത്തി. ഡോർ തുറന്ന് രാമേട്ടൻ കാറിനകത്തേക്ക് കയറിയിരിക്കുമ്പോ വിഷ്ണു കാറിനരികിലേക്ക് നടന്നു വരുന്നത് കണ്ട് ശാലിനിക്ക് ആകെ ടെൻഷനായി. ദൈവമേ, വിഷ്ണുവേട്ടൻ ഇങ്ങോട്ടാണല്ലോ വരുന്നത്, എന്നെ വിഷ്ണുവേട്ടൻ കാണുമോ എന്നെല്ലാം ഓർത്ത് ഭയത്തോടെ ശാലിനി അങ്ങനെ ഇരിക്കുമ്പോ വിഷ്ണുവിന്റെ ജീപ്പിനരികിലേക്ക് ഒരു പോലീസുകാരനെത്തി. അയാള് പെട്ടെന്ന് ഹലോ എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ വിളിച്ചു. ശാലിനിയുടെ കാറിനരികിലെത്തിയ വിഷ്ണുവിനെ പെട്ടെന്ന് അവിടെ നിന്ന് വിളിക്കുന്നത് കേട്ട് വിഷ്ണു പിന്തിരിഞ്ഞു നോക്കി. അപ്പോഴേക്കും ആ പോലീസുകാരൻ പറഞ്ഞു, അതെ, നിങ്ങളുടെ വണ്ടിയാണോ ഇത്? വേഗം ഈ വണ്ടി ഇവിടെ നിന്ന് മാറ്റണം, ഗവർണർ ഇപ്പൊ ഇതിലെ വരുന്നുണ്ട്. അത് കേട്ടതും വിഷ്ണു കാറിനകത്തിരിക്കുന്ന ആ മേഡത്തെ കാണാൻ കഴിയാത്തതിന്റെ നിരാശയിൽ വിഷ്ണു വേഗം ഇപ്പൊ മാറ്റാവേ എന്ന് പറഞ്ഞ് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് വിഷ്ണു വേഗം ജീപ്പ് മാറ്റാനായിട്ട് തന്റെ ജീപ്പിലേക്ക് കയറിയതും ഉടനെ ശാലിനി മനസ്സിൽ പറഞ്ഞു, രക്ഷപ്പെട്ടു. ഉടനെ രാമേട്ടനോട് പറഞ്ഞു, അതെ, എന്നാ നമുക്ക് പോയേക്കാം എന്ന് പറഞ്ഞ് രാമേട്ടനോട് വണ്ടി എടുത്തോളാൻ അറിയിച്ച് ശാലിനി അവിടെ നിന്ന് മടങ്ങി. ഈ സമയത്ത് വിഷ്ണു വേഗം ജീപ്പിലേക്ക് കയറി സ്റ്റാർട്ട് ചെയ്ത് ജീപ്പ് അവിടെ നിന്ന് മാറ്റി. കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോഴാണ് അവിടെ കിടന്നിരുന്ന കാറ് കാണുന്നില്ല എന്ന് വിഷ്ണുവിന് മനസ്സിലായത്. അയ്യോ, ആ കാറ് പോയല്ലോ. ഷോ, ഏതായിരിക്കും ആ മേഡം? കാറ് നിർത്തി എന്നെ സഹായിക്കാൻ പറഞ്ഞ ആ മേഡം ആരായിരിക്കും എന്ന് ശാലിനിയാണെന്ന് തിരിച്ചറിയാതെ വിഷ്ണു ആ മേഡത്തെ കുറിച്ച് ആലോചിച്ചിരുന്നു. അപ്പോഴേക്കും വിഷ്ണുവിനെ സഹായിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിൽ ശാലിനി തിരിച്ച് ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് വിഷ്ണു വണ്ടി നന്നാക്കാനായി ആ വഴിയിൽ നിന്ന് കഷ്ടപ്പെട്ട ആ നിമിഷത്തെക്കുറിച്ച് ശാലിനി ചിന്തിച്ചു. അപ്പോഴാണ് വിഷ്ണുവിന്റെ കയ്യിൽ നിന്ന് ആ കർച്ചീഫ് താഴേക്ക് വീണത് ശാലിനി ഓർമ്മിച്ചത്. അത് വിഷ്ണു കണ്ടില്ല എന്ന കാര്യവും ശാലിനി മനസ്സിലാക്കി. ഉടനെ വേഗം ഡ്രൈവറോട് പറഞ്ഞു, രാമേട്ട, നമുക്കൊന്ന് തിരിച്ചു പോണം. ശരി കുഞ്ഞെ എന്ന് പറഞ്ഞ് വേഗം രാമേട്ടൻ വണ്ടി തിരിച്ചു. വേഗം വിഷ്ണു നിന്ന് ആ സ്ഥലത്തേക്ക് കാർ വന്നതും ശാലിനി പെട്ടെന്ന് കാറിൽ നിന്നിറങ്ങി. വിഷ്ണു വണ്ടി നന്നാക്കാനായി ശ്രമിച്ച ആ സ്ഥലത്ത് കാർ വന്ന് നിർത്തിയതും അവിടെ വിഷ്ണുവിന്റെ കയ്യിൽ നിന്ന് വീണ കർച്ചീഫ് അവിടെ കിടപ്പുണ്ടെന്ന് ശാലിനി കണ്ടു. ഉടനെ തന്നെ കാറിൽ നിന്നിറങ്ങിയ ശാലിനി ആ കർച്ചീഫിനരികിലേക്ക് ചെന്നത് അത് കയ്യിലെടുത്തു. വിഷ്ണുവിന്റെ കർച്ചീഫ് കയ്യിൽ കിട്ടിയ സമാധാനത്തിൽ ശാലിനി മനസ്സിൽ പറഞ്ഞു, വിഷ്ണുവേട്ട, നമുക്ക് തമ്മിൽ പരസ്പരം കാണാൻ കഴിഞ്ഞില്ല എങ്കിലും വിഷ്ണുവേട്ടന്റെ ഈ ഗന്ധം ഞാൻ കൊണ്ടുപോവുകയാ എന്ന് പറഞ്ഞുകൊണ്ട് ശാലിനി ആ കർച്ചീഫ് കയ്യിലെടുത്ത് വേഗം കാറിലേക്ക് ചെന്ന് കയറി. ആ കർച്ചീഫ് നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് ആ സ്മെല്ല് ശരിക്കും മനസ്സിലേക്ക് അങ്ങ് ചേർത്തെടുക്കുമ്പോൾ ശാലിനിയുടെ മനസ്സിൽ കടന്നു വന്നത് അന്ന് വിഷ്ണു തന്റെ അരികിലേക്ക് അവസാനമായി വന്നതും തന്നോട് സംസാരിച്ചതും ശാരദാമ്മയുടെ വീട്ടിൽ വെച്ച് വിഷ്ണു ശാലിനിയെ തിരിച്ചു കൊണ്ടുപോകാനായി വന്നതാണെന്നുള്ള പ്രതീക്ഷയിൽ വിഷ്ണുവിനോട് സംസാരിച്ചപ്പോൾ അന്ന് ശാലിനിക്ക് ഇന്റർവ്യൂവിനുള്ള ലെറ്റർ കൊണ്ട് തരാനായി വന്നതാണെന്ന് വിഷ്ണു പറഞ്ഞതുമൊക്കെ ഓർത്ത് വിഷ്ണുവിന്റെ ആ വാക്കുകളെല്ലാം ഓർത്തുകൊണ്ട് ശാലിനി അങ്ങനെ കാറിൽ തന്റെ ഓഫീസിലേക്ക് മടങ്ങി. പിന്നീട് വീട്ടിലെത്തിയ വിഷ്ണു ശാലിനിയുടെ അന്ന് നഷ്ടപ്പെട്ടു പോയ ആ കൊലുസ്, തന്റെ കയ്യിൽ കിട്ടിയ ആ കൊലുസ് തന്നെ ഇപ്പോഴും ശാലിനിയുടെ ഓർമ്മയായി അവശേഷിക്കുന്ന ആ കൊലുസിലേക്ക് തന്നെ നോക്കി വിഷ്ണു മനസ്സിൽ ചോദിച്ചു, ശാലിനി, താൻ എവിടേക്കാണോ എന്റെ കണ്ണെത്താത്ത ദൂരത്തേക്ക് പറന്നു പോയത് എന്ന് വിഷ്ണു അങ്ങനെ ആലോചിച്ചുകൊണ്ട് അന്നത്തെ ദിവസം ശാലിനി തിരിച്ച് ആ ഓട്ടോയിൽ കയറി പോയപ്പോ തനിക്ക് അവസാനമായി ശാലിനിയുടേതെന്ന് പറഞ്ഞ് തന്റെ കയ്യിൽ അവശേഷിച്ച ആ കൊലുസ് മാത്രം അതിലങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അന്ന് വിഷ്ണു ഇരുന്ന ആ ഒരു ദിവസത്തെക്കുറിച്ച് വിഷ്ണു ഓർമ്മിച്ചു. കയ്യിലെ ആ കൊലുസിലേക്ക് നോക്കി വിഷ്ണു അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ ശാലിനിയും വീട്ടിലെത്തിയതിനു ശേഷം വിഷ്ണുവിന്റെ കർച്ചീഫ് കയ്യിൽ കിട്ടിയതിന്റെ സമാധാനത്തിൽ ആ കർച്ചീഫിലേക്ക് നോക്കി വിഷ്ണുവേട്ട എന്ന് വിളിച്ച് ശാലിനി ആ കർച്ചീഫ് നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. അന്ന് വിഷ്ണു സത്യഭാമയ്ക്ക് ചെയ്തു കൊടുത്ത ആ സത്യത്തെക്കുറിച്ചും ഓർത്ത് ശാലിനി കണ്ണുനീര് പൊഴിക്കണം. അങ്ങനെ ഓർത്തുകൊണ്ട് ശാലിനി ആകെ വിഷമിച്ചങ്ങനെ ഇരിക്കുമ്പോൾ സങ്കടത്തോടെ ആ കർച്ചീഫ് നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് വിഷ്ണുവേട്ട എന്ന് വിളിച്ച് ശാലിനി അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടേക്ക് വിഷ്ണുവിന്റെ അരികിലേക്ക് പപ്പിമോൾ എത്തിയത്. വിഷ്ണു ആ കൊലുസിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് പല കാര്യങ്ങൾ ഓർത്തങ്ങനെ ഇരിക്കുമ്പോൾ പപ്പി അരികിലെത്തി ചോദിച്ചു, വിഷ്ണു വെച്ച എന്ന് വിളിച്ചതും ഉടനെ വിഷ്ണു പപ്പിയുടെ ശബ്ദം കേട്ട് നോക്കി. വിഷ്ണുവിന്റെ കയ്യിൽ നിന്ന് ആ കൊലുസ് കണ്ട് പപ്പി അത് കയ്യിലേക്ക് എടുത്തിട്ട് ചോദിച്ചു, അല്ല, ഇത് ആരുടെ കൊലുസാ വിഷ്ണു വെച്ച? അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു, ഇത് വിഷ്ണുവച്ചന് ഒത്തിരി ഇഷ്ടമുള്ള ഒരാളുടെയാ എന്ന് പറഞ്ഞപ്പോ എന്നിട്ട് ആ ആളെ എവിടെയാ എന്ന് ചോദിച്ചു. അറിയില്ല കുഞ്ഞെ എന്ന് പറഞ്ഞപ്പോ വീണ്ടും ചോദിച്ചു, എന്നാ അയാളെ കാണാൻ പറ്റുന്നത്? അതും അറിയില്ല എന്ന്
വിഷ്ണു മറുപടി നൽകി. ആ ആളെ എനിക്ക് കാണിച്ചു തരുവോ എന്ന് ചോദിച്ചതും തീർച്ചയായിട്ടും വരുമ്പോ മോളെ കാണിച്ചു തരാട്ടോ എന്ന് വിഷ്ണു വാക്ക് നൽകി. അത് കേട്ട ഉടനെ പപ്പി പറഞ്ഞു, നല്ല ഭംഗിയുള്ള കൊലുസാ എന്ന് പറഞ്ഞ് ആ കൊലുസിൽ നോക്കി പപ്പി വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. വിഷ്ണു ആ കൊലുസിലേക്ക് തന്നെ അങ്ങനെ നോക്കിയിരിക്കുമ്പോ ശാലിനിയും ശാരദാമ്മയുടെ വീട്ടിൽ ഉമ്മറപ്പടിയിൽ ഇരുന്നുകൊണ്ട് ആ കർച്ചീഫും നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് കരഞ്ഞു. അപ്പോഴാണ് അരികിലേക്ക് സത്യമോൾ എത്തിയത്. സത്യമോള് വന്ന് ചോദിച്ചു, അമ്മ കരയാണോ എന്ന് ചോദിച്ചതും അല്ല മോളെ എന്ന് പറഞ്ഞ് വേഗം ശാലിനി തന്റെ കണ്ണുനീരുമാൻ കൈകൊണ്ട് തുടച്ചു. ഇത് കണ്ടതോടെ സത്യമോളി ചോദിച്ചു, അയ്യേ അമ്മ എന്തൊരു മണ്ടിയാ, ഈ കർച്ചീഫല്ലേ കണ്ണുനീര് തുടയ്ക്കാനായിട്ടുള്ളത്, എന്നിട്ട് ഇതെന്താ കൈ പിടിച്ചോണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ച് വേഗം തന്റെ കയ്യിലിരുന്ന കർച്ചീഫ് വാങ്ങിച്ച് സത്യമോള് ശാലിനിയുടെ കണ്ണുനീരൊപ്പി. അത് കണ്ട ഉടനെ ശാലിനി സത്യമോളുടെ കയ്യിൽ നിന്ന് ആ കർച്ചീഫ് കയ്യിലേക്ക് എടുത്തിട്ട് പറഞ്ഞു, അതേ മോളെ, ഈ കർച്ചീഫ് തന്നെയാ അമ്മയുടെ കണ്ണീരൊപ്പേണ്ടത് എന്ന് പറഞ്ഞു. അല്ല അമ്മ എന്താ ഓർത്താ ഈ കരയുന്നത് എന്ന് ചോദിച്ചതും അതേ സന്തോഷം കൊണ്ടാ അമ്മയ്ക്ക് കണ്ണുനീര് വന്നെന്ന് ശാലിനി പറഞ്ഞു. എന്താ സന്തോഷം വരാൻ കാരണം എന്ന് ശാലിനിയോട് കുഞ്ഞു ചോദിച്ചതും ശാലിനി പറഞ്ഞു, അത് അമ്മയുടെ അമ്മയെ കിട്ടിയില്ലേ, അച്ഛനെ കിട്ടിയില്ലേ, ശാരികാമ്മേനെയൊക്കെ കിട്ടിയില്ലേ, അങ്ങനെ എല്ലാരും തിരിച്ചു കിട്ടിയില്ലേ എന്ന് പറഞ്ഞപ്പോ ഉടനെ സത്യമോളി ചോദിച്ചു, എന്റെ അച്ഛനോ അമ്മേ എന്ന് ചോദിച്ചപ്പോ ശാലിനി ആകെ വിഷമത്തിലായി. അപ്പോഴേക്കും ശാലിനി പറഞ്ഞു, വരും മോളെ, അച്ഛൻ ഉടനെ വരും. വീണ്ടും സത്യമോളി ചോദിച്ചു, അല്ല എപ്പോഴാ അച്ഛൻ വരുന്നത്, അമ്മ എപ്പോഴും ഇങ്ങനെയല്ലേ പറയുന്നത് എന്ന് ചോദിച്ചതും വരും മോളെ, ഇതുപോലെ തന്നെ അച്ഛനും വരും, അമ്മയുടെ അച്ഛനെയും അമ്മയൊക്കെ അമ്മ കാണിച്ചു തന്നില്ലേ, അതുപോലെ മോളുടെ അച്ഛനും ഉടനെ വരും എന്ന് പറഞ്ഞ് ശാലിനി മോളെ ചേർത്ത് പിടിച്ച് അങ്ങനെ കണ്ണുനീരൊഴുക്കിക്കൊണ്ട് വിഷ്ണുവിനെ കുറിച്ച് ഓർത്തു. അപ്പോഴേക്കും പപ്പിയെ മടിയിലിരുത്തി വിഷ്ണു ശാലിനിയെ കുറിച്ചുള്ള ഓർമ്മകളിൽ അങ്ങനെ മുഴുകിയിരിക്കുന്നു. പിറ്റേന്ന് രാവിലെ ഗോപാലകൃഷ്ണൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ശാന്തേച്ചി കുഞ്ഞിനുള്ള ടിഫിൻ ബോക്സും ഒക്കെ ആയിട്ട് എത്തിയത്. ഇത് കണ്ടതോടെ ഗോപാലകൃഷ്ണൻ ചോദിച്ചു, അല്ല ശാന്തേ, കുഞ്ഞിന് എന്തൊക്കെയാ നീ കൊടുത്തു വിടുന്നത് എന്ന് ചോദിച്ചതും ശാന്തേച്ചി പറഞ്ഞു, നമ്മുടെ കുടുംബശ്രീ ഹോട്ടലിലുള്ള എല്ലാം ഉണ്ട്, കുടുംബശ്രീ ഹോട്ടലിലെ സ്പെഷ്യൽ ആയിട്ടുള്ള ചോറും കറികളും ഒക്കെ ഉണ്ട്, പോരാത്തിന് സ്പെഷ്യലായി പച്ചമാങ്ങ ചമ്മന്തിയും, അത് പോരാഞ്ഞിട്ട് സ്നാക്സിനായിട്ട് ഇവിടുത്തെ തേൻ വരിക്ക പൊള്ളിച്ചതും. ഉടനെ ഗോപാലകൃഷ്ണൻ ചോദിച്ചു, തേൻ വരിക്ക പൊള്ളിച്ചതോ, നിന്റെ ഈ തേൻ വരിക്കയും പച്ചമാങ്ങയൊക്കെ ഈ പുറത്ത് ജീവിച്ചിട്ട് വന്ന കൊച്ചിന് ഇഷ്ടാവുമോ? അതെ, വല്ലതും കഴിക്കാമെന്നോർത്ത് ടിഫിൻ ബോക്സ് തുറക്കുന്ന സമയത്ത് അതിൽ ഇതൊക്കെ കാണുമ്പോ മോൾക്ക് ചിലപ്പോ ഇഷ്ടമായില്ലെങ്കിലോ, ഇന്ന് ഒരു ദിവസത്തേക്ക് മോൾക്ക് പുറത്തുനിന്ന് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തുവിടായിരുന്നോ ശാന്തേ എന്ന് ചോദിച്ചു. അത് കേട്ടതും ശാന്ത പറഞ്ഞു, അയ്യോ അത് ഞാൻ ഓർത്തില്ലല്ലോ ഗോപാലേട്ട എന്ന് പറഞ്ഞതും ഉടനെ ഗോപാലകൃഷ്ണൻ പറഞ്ഞു, എടി ശാന്തേ, നീ ഈ വാങ്ങിച്ചു കൊണ്ടു കൊടുക്കുന്ന പോലെ ഈ നാട്ടുംപുറത്ത് നമ്മൾ കഴിച്ച പോലെയൊക്കെ പുറത്ത് പട്ടണത്തിൽ നിന്നൊക്കെ വന്ന കൊച്ചിന് അങ്ങനെയൊക്കെ പറ്റുമോ? അതൊക്കെ ആ കൊച്ചിന് കഴിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു. അതുകൊണ്ട് നീ ഇന്ന് എങ്ങനെയെങ്കിലും പുറത്തുനിന്ന് വല്ലതും വാങ്ങിച്ചു കൊടുക്ക്, അതല്ലേ നല്ലത് എന്ന് ഗോപാലകൃഷ്ണൻ പറയുമ്പോൾ ശാന്തയാകെ വിഷമത്തിലായി. ശാന്ത അതിനെക്കുറിച്ച് ഓർത്ത് അങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴാണ് അവിടേക്ക് ശാലിനി എത്തിയത്. ഉടനെ എന്തു പറ്റി ശാന്തേച്ചി എന്ന് ശാലിനി ചോദിച്ചതും, അല്ല മോളെ, ഇന്നൊരു ദിവസത്തേക്ക് മോൾക്ക് പുറത്തുനിന്ന് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്താലോ, ഇപ്പോ ഓൺലൈനിൽ ഓർഡർ ചെയ്ത 5 മിനിറ്റിനുള്ളിൽ സാധനം വരും എന്ന് പറഞ്ഞപ്പോ ശാലിനി പറഞ്ഞു, അയ്യോ അതിന് സമയം പോവല്ലോ എന്ന് പറഞ്ഞതും ശാന്തേച്ചി പറഞ്ഞു, അതെ ഇനി ഇങ്ങനെ വരില്ല മോളെ എന്ന് പറഞ്ഞപ്പോ ഇനി ഇങ്ങനെ ഉണ്ടാവരുത്, ഇല്ല ഇനി സത്യമോളോട് ചോദിച്ചിട്ട് മോൾക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കൊടുക്കൂ എന്ന് ശാന്തേച്ചി പറഞ്ഞു. അത് കേട്ടതും ശാലിനി പറഞ്ഞു, അതല്ല ഞാൻ പറഞ്ഞത്, മോൾക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കൊടുക്കാനല്ല ഞാൻ പറഞ്ഞത്, ഇനി സത്യയുടെ ഇഷ്ടം എന്താണെന്ന് ചോദിച്ചിട്ടല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കേണ്ടത്, മറിച്ച് ഇവിടെ എന്തുണ്ടാക്കുന്നോ അതാണ് മോൾക്ക് കൊടുക്കേണ്ടത്. അത് കേട്ട ഉടനെ ശാന്തേച്ചി ചോദിച്ചു, അല്ല അതെങ്ങനെയാ മോളെ, മോളുടെ ഇഷ്ടങ്ങൾ ചോദിക്കാതെ എങ്ങനെയാ അതൊക്കെ കൊടുക്കുന്നത് എന്ന് സംശയത്തോടെ ശാന്തേച്ചി ചോദിക്കുമ്പോ ശാലിനി പറഞ്ഞു, അതെ വേറൊന്നും കൊണ്ടല്ല, അവള് അങ്ങനെയാ വളരേണ്ടത്, കളക്ടറുടെ മകളാണെന്ന് പറഞ്ഞ് അങ്ങനെ ഇഷ്ടമുള്ള ഫാസ്റ്റ് ഫുഡ് ഒന്നും വാങ്ങിച്ചു കൊടുക്കുന്നത് ശരിയല്ല. അവളുടെ അമ്മയും ഈ കുടുംബശ്രീയിലും ഉണ്ടാക്കിയതും ഈ കുടുംബശ്രീയുടെ ചുറ്റുവട്ടത്തുള്ള തൊടിയിലും പറമ്പിലും ഒക്കെയുള്ള മാങ്ങയും ചക്കയൊക്കെ കഴിച്ചു തന്നെയാണ് ഈ ശാലിനിയും വളർന്നത്. എന്നിട്ട് ഈ ശാലിനിക്ക് ബുദ്ധിക്ക് കുറവോ ഒന്നും വന്നിട്ടില്ലല്ലോ, അതുപോലെ തന്നെ അവൾക്കും അങ്ങനെ തന്നെ മതി. സത്യത്തിൽ ഒറീസയിലും അങ്ങ്
പഞ്ചാബിലുമൊക്കെ ജോലി ചെയ്ത സമയത്ത് തീവ്രവാദികളുടെ ഭീഷണി നിലനിൽക്കുമ്പോൾ പച്ചവെള്ളം പോലും കുടിച്ച് ജീവിച്ച കാലമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇന്നത്തെ കാലത്തെ കുട്ടികളെ പോലെ അവർക്ക് ഇഷ്ടമുള്ളത് വാങ്ങിച്ചു കൊടുത്തും അവര് ഇത് കഴിച്ചാൽ മതി എന്നൊക്കെ നമ്മൾ അച്ഛനമ്മമാർ നിർബന്ധിച്ച് അവർക്ക് ഓരോ ഫാസ്റ്റ് ഫുഡ് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അതിന്റെ ദൂഷ്യഫലങ്ങൾ എന്തൊക്കെയാ ഉണ്ടാകുന്നെന്ന് അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം മാത്രം കഴിച്ചാൽ മതി, അതാണ് നല്ലത്. സത്യമോളും അങ്ങനെ തന്നെ കഴിച്ചാൽ മതി. അവളുടെ അമ്മ എന്തൊക്കെ കഴിച്ച് വളർന്നതാണോ അതുപോലെ തന്നെ അവളും കഴിച്ച് വളർന്നാൽ മതി. അല്ലാതെ കുട്ടികളുടെ ഇഷ്ടത്തിന് അവരെ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഇത്തരം മായം കലർന്ന വസ്തുക്കളൊന്നും അവർക്ക് വാങ്ങിച്ചു കൊടുക്കാതിരിക്കുന്നത് തന്നെയാ നല്ലത് എന്ന് പറഞ്ഞതും ഗോപാലകൃഷ്ണൻ താൻ പറഞ്ഞത് ശരിയായില്ല എന്നുള്ള രീതിയിൽ അല്ല മോളെ ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണൻ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഒരുങ്ങുമ്പോൾ ശാലിനി പറഞ്ഞു, അച്ഛൻ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. കളക്ടറുടെ കുട്ടിയും അതുപോലെ വലിയ വലിയ പദവിയിലൊക്കെ ഇരിക്കുന്ന ആളുകളുടെ മക്കൾ കഴിക്കുന്നത് അതുപോലുള്ള ഫുഡുകളാണെന്നൊക്കെയുള്ളത് വെറും തെറ്റിദ്ധാരണയാണ് അച്ഛാ. അതൊന്നും ശരിയായ കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെ ശാന്തേച്ചി ഇനി ഇവിടെ ഹോട്ടലിൽ എന്തുണ്ടാക്കുന്നോ അത് മാത്രം കൊടുത്താൽ മതി അവൾക്കും എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ ശാന്തേച്ചി പറഞ്ഞു, ആ ഹോട്ടലിൽ ഉണ്ടാക്കി തന്നെയാ മോളെ കുഞ്ഞിനെടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളെക്കാളും ഒരു എരിവ് അല്പം കുറവുണ്ടെന്ന് മാത്രം. അത് കേട്ട ഉടനെ ശാലിനി പറഞ്ഞു, ഇന്നാള് മുതൽ അതും വേണ്ട, നമ്മൾ എങ്ങനെ കഴിക്കുന്നോ അതുപോലെ തന്നെ അവളും കഴിച്ചു വളരണം. കുഞ്ഞുനാള് മുതലേ എരിവും പുളിയും ഒക്കെ ആവശ്യത്തിന് കഴിച്ചു തന്നെയാണ് കുട്ടികൾ വളരേണ്ടത് എന്ന് ശാലിനി പറഞ്ഞു. അത് കേട്ട് ശരി മോളെ ഇനി അങ്ങനെ ചെയ്യാമെന്ന് ശാന്തേച്ചി പറയുമ്പോ ഉടനെ തന്നെ ശാന്തേച്ചി അങ്ങനെ അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞപ്പോ ശാലിനി ചോദിച്ചു, അല്ല അതൊക്കെ പറഞ്ഞ പോലെ ആളെവിടെ? സത്യമോള് ആദ്യമായിട്ട് ഇന്ന് സ്കൂളിലേക്ക് പോകുന്നതല്ലേ, വലിയ താല്പര്യത്തിലായിരുന്നല്ലോ ആള്, എന്നിട്ടിപ്പോ എന്തിയേ ആളെ കാണുന്നില്ലല്ലോ എന്ന് ശാലിനി ചോദിച്ചതും സത്യേ മോളെ സത്യേ എന്ന് പറഞ്ഞ് ശാലിനി വിളിക്കുന്നത് കേട്ട് ശാരദാമ്മയോടൊപ്പം വാതുക്കലേക്ക് എത്തി സത്യ ചോദിച്ചു, ഓ ഈ അമ്മയ്ക്ക് ഇതെന്താ എപ്പോഴും സത്യ 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 എന്ന് ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും, എന്നാ ശരിക്കുള്ള സത്യയെ കാണിച്ചു തരാൻ പറഞ്ഞ് അതിട്ട് കാണിച്ചു തരത്തുമില്ല. കേൾക്കുന്നവരെല്ലാം ഓർക്കും എന്തോ സദ്യ വിളമ്പാൻ പോവുകയാണെന്ന് എന്ന് പറഞ്ഞ് കൊച്ച് ബഹളം വെച്ചു. ഇത് കേട്ട ഉടനെ ശാലിനി ആകെ വിഷമത്തോടെ അങ്ങനെ ഇരിക്കുമ്പോൾ ശാലിനിയുടെ അരികിലേക്ക് എത്തി ചോദിച്ചു, അല്ല ശരിക്കുള്ള സത്യ എവിടെയാ, എനിക്കെന്താ ആ സത്യയെ കാണിച്ചു തരാത്ത എന്ന് ചോദിച്ച് ശാലിനിയോട് ദേഷ്യപ്പെടുമ്പോ ശാരദാമ്മ പറഞ്ഞു, മോളെ അത് പിന്നെ ശരിക്കുള്ള സത്യ ആരാണെന്നോ എന്ന് ചോദിച്ച് ശാരദാമ്മ പറയാൻ ഒരുങ്ങുമ്പോ ശാലിനി പറഞ്ഞു, അത് മോളോട് അമ്മ പറഞ്ഞിട്ടുള്ളതല്ലേ, മോളുടെ അച്ഛമ്മയുടെ പേരാ സത്യെന്ന് എന്ന് പറഞ്ഞതും വീണ്ടും മോള് ചോദിച്ചു, എന്നിട്ടെന്താ എന്റെ അച്ഛമ്മയെ എനിക്ക് കാണിച്ചു തരാത്തത്, എനിക്കെന്താ എന്റെ അച്ഛമ്മയെ കാണിച്ചു തരാത്തേ എന്ന് ശാലിനിയോട് മോള് ചോദിച്ചു. ഉടനെ ശാലിനി പറഞ്ഞു, മോളെ കാണിച്ചു തരാം, ഉടനെ മോൾക്ക് അച്ഛമ്മയെ കാണാം എന്ന് ശാലിനി വാക്ക് നൽകുമ്പോൾ സത്യ ചോദിച്ചു, അല്ല ഇതുപോലെ തന്നെയാണല്ലോ അച്ഛന്റെ കാര്യം അമ്മ പറയുന്നത്, അച്ഛനെ കാണിച്ചു തരാമെന്ന് പറയുന്നതല്ലാതെ എനിക്ക് കാണിച്ചു തരുന്നില്ലല്ലോ എന്ന് സത്യ ചോദിച്ചതും ശാലിനി ആകെ വിഷമത്തോടെ കുഞ്ഞിനെ നോക്കിയിട്ട് പറഞ്ഞു, മോളെ എല്ലാവരെയും കാണിച്ചു തരാമെന്ന് ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെയല്ലേ ഇവിടെ അച്ഛനെയും അമ്മയൊക്കെ കാണിച്ചു തന്നത്, അമ്മയുടെ അച്ഛനെയും അമ്മയും മോള് കണ്ടില്ലേ എന്ന് ചോദിച്ചു. ഉടനെ സത്യ പറഞ്ഞു, എനിക്ക് എന്നാ ശരിക്കുള്ള സത്യയെ അമ്മ ഇനി എന്നാ കാണിച്ചു തരുന്നേ, എനിക്ക് ഉടനെ തന്നെ കാണണം എന്ന് പറഞ്ഞ് ശാലിനിയോട് മോള് നിർബന്ധം പറയുമ്പോ ശാലിനി മറുപടി പറയാനാകാതെ ആകെ വിഷമത്തോടെ കുഞ്ഞിനെ നോക്കി.